നമസ്കാരം. ഞാൻ കലാശാല മുരളി. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഓരോ വീട്ടിലും കുറഞ്ഞത് ഒരു മൂടെങ്കിലും നമ്മൾ ഈ സസ്യം വെച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ പേര് കറ്റാർ വാഴ. വളരെ സിദ്ധ ഔഷധം ആണ് ഇതിൻ്റെ നീരെന്ന് പറയുമ്പോൾ ജെല്ലെന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ള ആ ഒരു സാധനമാണ് ജെല്ല്. ആ ജെല്ലാണ് ഈ സിദ്ധ ഔഷധം എന്ന് പറയുന്നത്. ഷുഗർ രോഗത്തിന് ഏറ്റവും ഉത്തമമാണ്. അതിൻ്റെ ജെല്ല് ഒരു സ്പൂൺ എടുത്ത് അതും ഒരു സ്പൂൺ നെല്ലിക്കാ നീരും കൂടെ മിക്സ് ചെയ്ത് ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഷുഗർ രോഗം ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ സൗന്ദര്യ വസ്തുവായി ഈ കറ്റാർവാഴയെ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ജെല്ലെടുത്ത് അതും ചെറുതേനും മഞ്ഞൾപ്പൊടിയുമായി മിക്സ് ചെയ്ത് മുഖത്ത് ലേപനം ചെയ്താൽ അത് ലേപനം ചെയ്ത് ഒരു 10 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. മുഖം വളരെ ശോഭിക്കും. ഇത് ഒരു 10-15 ദിവസം അടുപ്പിച്ച് ചെയ്യണം. അതുപോലെ തന്നെ തീപ്പൊള്ളലിന് സിദ്ധ ഔഷധമാണ്. തീപ്പൊള്ളലേറ്റ ഭാഗത്ത് ഇതിന് ജെല്ലെടുത്ത് പുരട്ടിയാൽ തീപ്പൊള്ളൽ മൂലം ഉടുന്നു വരുന്ന അതൊക്കെയും ശമിച്ച് കിട്ടും. അത്തരം ഒരു സിദ്ധ ഔഷധമാണിത്. ഇത് പിന്നെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇത് മുറിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തു നിന്നും ഒരു കറയുണ്ടാകും. ആ കറ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ. ഇത്തരം സിദ്ധ ഔഷധങ്ങൾ നമ്മുടെ വീട്ടിൽ ഓരോ വീട്ടിലും ഓരോ മൂടെങ്കിലും വച്ചു പിടിപ്പിക്കണം. ഇത് പ്രകാശം കിട്ടുന്ന ഭാഗത്താണ് ഇത് കൂടുതൽ ശക്തമായി വളർന്നു വരുന്നത്. തമിഴ്നാട്ടിലൊക്കെയും ഇത് തോട്ടങ്ങളായി വളർത്തി വിൽപ്പന നടത്തുന്ന ആളുകളുണ്ട്. നമ്മുടെ ഇവിടെ തന്നെയും പല പട്ടണങ്ങളിലും ഇത് വിൽപ്പനയ്ക്കുണ്ട്. അമിതമായ വിലയാണ് അവർ ഈടാക്കുന്നത്. അതൊക്കെ ഒഴിവാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വീടിനോട് ചേർന്ന് ഒരു ചെടിച്ചട്ടിയിൽ ഇത് വെച്ച് ദിവസവും നനച്ചു കൊടുക്കണം. ഇത് ശക്തമായി വളരും. അതുകൊണ്ട് എല്ലാവരും കറ്റാർ വാഴയുടെ ഒരു മൂടെങ്കിലും എല്ലാ വീടുകളിലും വെച്ച് പിടിപ്പിക്കുക. ഈ ഔഷധ സസ്യത്തെ സംരക്ഷിക്കുക. നന്ദി, നമസ്കാരം.